നമസ്കാരം. പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ച വേദവായന. ഒരു കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനിലാണ് തുടക്കം. അവൻ കട്ടിൽ ചുമന്ന് മടങ്ങുന്നതിലാണ് ഒടുക്കം. ക്രിസ്തു ഒരു ഭവനത്തിൽ ഇരിക്കുന്നു. അല്പം അകലെ ഒരിടത്ത് ഇയാൾ കിടക്കുന്നു. 4 പേർ താങ്ങിപ്പിടിച്ച് തമ്പുരാന്റെ സമീപം ഈ മനുഷ്യനെ എത്തിക്കുന്നു. എത്രയധികം വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് അക്കം വിട്ടു നോക്കിയാൽ, ഒന്നാമത് ആദരമായ മനുഷ്യപ്രകൃതത്തെ ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് എത്തിക്കുന്ന 4 സുവിശേഷങ്ങളെയാണ് 4 പേർ പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത് 4 പേരുടെ വിശ്വാസമാണ് സൗഖ്യത്തിന് കാരണമാകുന്നത്. തല തൊടുന്ന ആളിൻ്റെ വിശ്വാസം മതി മാമോദീസായിൽ പാപമോചനം സാധ്യമാകാൻ എന്നതിന് ഉപയുക്തമായൊരു ദൃഷ്ടാന്തമായി ഇത് പറയപ്പെടുന്നു. മൂന്നാമത് 4 പേർ ഏറെ ധൈര്യപൂർവമാണ് മേൽക്കൂര പൊളിച്ച് ഇറങ്ങുന്നത്. ധീരതയോടെ പ്രവേശിക്കുന്ന വിശുദ്ധന്മാരെയും ഈ 4 ആളുകൾ സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാനമുണ്ട്. നാലാമത് അവർ 4 പേരും താന്താങ്ങളുടെ അവരവരുടെ ആവശ്യങ്ങൾക്കായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിയതാവും. എന്നാൽ അവരുടെ സമയത്തിൽ നിന്ന് ഒരു പങ്ക് അവശത പൂണ്ട ഒരുവിനു വേണ്ടി അവർ നീക്കിവെക്കുന്നു. നമ്മുടെ ആയുസ്സിൻ്റെ ദശാംശമെങ്കിലും പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. എങ്കിൽ നമുക്കുള്ളവയുടെ പങ്ക് നൽകാൻ, ചിലപ്പോൾ മുഴുവൻ തന്നെ നൽകാൻ നമുക്ക് സാധിച്ചേക്കും. അഞ്ചാമത്, ക്രിസ്തു ഇരിക്കുന്നിടത്ത് നിന്ന് അകലെയാകുമ്പോൾ നാം തളർന്നു പോകും. ദേവാലയത്തിൽ നിന്നും ആരാധനകളിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം തളർന്നു പോകും. ആറാമത്, ആധ്യാത്മിക ജീവിതം തളർന്നാൽ ഭൗതികതയാവും നമ്മെ താങ്ങുന്നത്. കട്ടിലാണ് ഇവനെ ചുമക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിചാരവും വീടും കാറും പദവിയുമൊക്കെയാണ് നമ്മെ താങ്ങി നിർത്തുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതിക സമൃദ്ധിയാണ് വേണ്ടത് എന്ന് കരുതുന്നു. എന്നാൽ ഒരുവൻ ക്രിസ്തുവിനോട് ഏറ്റവും അടുക്കുമ്പോൾ പിന്നെ അവൻ കട്ടിലിനെ കൈവെള്ളയിൽ എടുക്കുകയാണ്. ഭൗതികതയെ നിസ്സാരമായി അവൻ ഗണിച്ചു തുടങ്ങുന്നു. ജീവിതത്തോടുള്ള മനോഭാവം മാറലാണ് സുഹൃത്തെ മാനസാന്തരം. അവസാനമായി, രാഷ്ട്രത്തിൻ്റെ 4 തൂണുകൾക്കും ഇന്ന് ബലക്ഷയമാണ്. പാർലമെന്റിൽ അഴിമതി, ജുഡീഷ്യറിയിൽ അവിശ്വാസം, എക്സിക്യൂട്ടീവിൽ ദുഷ്പ്രഭുത്വം, മീഡിയയിൽ കളവും അശ്ലീലവും. അതുകൊണ്ട് തന്നെ പലതും പൊളിച്ചടുക്കുവാനുള്ള ആർജവത്വം സമൂഹത്തിന് ഇന്നില്ലാതെ പോകുന്നു. ശരിയായ ആന്തരിക സൗഖ്യത്തിലേക്ക്, സത്യത്തിലേക്ക് വ്യക്തികളെ എത്തിക്കുവാൻ ഇന്ന് ആകാതെയും വരുന്നുണ്ട്. നമസ്കാരം.